ശാരികയ്ക്ക് പ്രേമവിവാഹം ഇഷ്ടമല്ലേ? അല്ല. ആരാ പറഞ്ഞേ? അവൾ ഒരാളെ പ്രേമിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഇപ്പൊ കല്യാണം വേണ്ടെന്ന് ബലം പിടിക്കുന്നേ. ആദ്യം ദേവികെ നന്ദൻ അകറ്റി നിർത്തണം. അന്ന് ക്യാമ്പസിൽ ഞാൻ അനുഭവിച്ചത് ഇന്ന് അവൾ അറിയണം. പിന്നെ നന്ദനെ എന്റേതാക്കണം. അതുവരെ ഈ നാടകം തുടരണം. നാട്ടുകാർക്ക് എന്തും പറഞ്ഞൂടെ? ഇവരകൽച്ചയിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുവോ? സത്യത്തിൽ നന്ദനെയും ദേവിയെയും കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇപ്പൊ വേറൊരു ഭാരം കൂടി മനസ്സിലേറ്റിയ തിരിച്ചു പോകുന്നത്. രാധികേ, നമുക്ക് പോകാം. മാധവ, ഇങ്ങനെ വെപ്രാളപ്പെടാതെ. എങ്ങനെ വെപ്രാളപ്പെടാതിരിക്കും സാർ? നേരത്തെ സാറ് തന്നെ പറഞ്ഞില്ലേ ഒരച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. ഒരു മോളുടെ കുടുംബകാര്യങ്ങൾ വാർത്തകൾ വന്നു തുടങ്ങി. ഇനി അടുത്തതിൻ്റെ എപ്പോഴാണാവും? അച്ഛാ, ഞങ്ങളെ കുറിച്ച് ഓർത്ത് അച്ഛൻ വിഷമിക്കരുത്. ഞങ്ങള് സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകും. ശാരിയുടെ കാര്യം നമുക്ക് അന്വേഷിക്കാം. നിങ്ങൾ സന്തോഷായിട്ടിരിക്കണം. കൂടുതലൊന്നും പറയുന്നില്ല. ഞങ്ങൾ ഇറങ്ങാ സാർ. രാധിക, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. വേണ്ട, സാരയില്ല. ഇറങ്ങാം മാധവേട്ടാ. അമ്മ, ഞാനും കൂടി വരാം. എന്നാ നീ കൂടെ ചെല്ല്. അല്ലച്ചാ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. വേറെ ആരും വരണമെന്നില്ല. എന്റെ അനീതിയുടെ കാര്യല്ലേ? ഞാൻ പോയിട്ട് വരാം. മോൾ എന്താ ഈ പറയുന്നത്? ശാരികയുടെ കാര്യം നമ്മുടെ എല്ലാവരുടെയും കാര്യമല്ലേ? അമ്മേ, വഴക്കായിട്ട് പറഞ്ഞതല്ല. നന്ദുവിന് കമ്പനി കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നന്ദു പറയട്ടെ. അതെ, കെവിൻ വിളിച്ചിരുന്നു. എനിക്ക് പോണം. ഞാനൊന്ന് വൈകിട്ട് അങ്ങോട്ട് വരാം. സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാ മതി. ജോലിക്കാര്യത്തിൽ തടസ്സം വെക്കണ്ട. ഞാൻ ഇവരോടൊപ്പം പോട്ടെ അമ്മേ? പോയിട്ട് വാ മോളെ. അതിനിങ്ങനെ അനുവാദം വാങ്ങേണ്ട കാര്യം എന്താ? അമ്മേ, ഞാനിപ്പോ വരാം. മോനെ, ദേവിക മോളോട് പിണക്കാണോ? നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് നിൽക്കുകയാണല്ലേ? ഞങ്ങള് അങ്ങനെ വഴക്കൊന്നുമില്ല. ഇല്ലാത്ത കാര്യത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്ത വെച്ചിട്ടാ നിങ്ങളൊക്കെ എന്നോട് പെരുമാറുന്നത്. ദേവി, അതെ, ആ വഴക്ക് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. സർ, നമ്മുടെ മക്കളിങ്ങനെ ആവാൻ പാടില്ല. എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ സാറായിട്ട് തന്നെ അത് പറഞ്ഞ് തിരുത്തണം. ഞാൻ പറയാം. നന്ദമ്മോന്റെ പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നുന്നു. കുറ്റം പറയുന്നതല്ല, എന്താണെങ്കിലും അത് പരിഹരിക്കണം. എല്ലാം മാറും രാധികേ, ഇങ്ങനെ വിഷമിക്കല്ലേ. വന്നേ വാ.
നമ്മുടെ മക്കളല്ലേ അവര്. ഈ പിണക്കമൊക്കെ അങ്ങ് മാറിക്കോളും. മാലിന്യ പ്ലാന്റിന് അനുമതി കൊടുത്തതോടെ ദേവിമോള് സാറിനൊരു ബാധ്യതയായി അല്ലേ? വാർത്തകളിലൊക്കെ കാണാറുണ്ട്. ദേവികമോളെ ഇവിടം വരെ എത്തിച്ചത് സാറാ. അവള് തെറ്റിലേക്കൊന്നും പോകില്ല സാർ. നാട്ടുകാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല മാധവ. അതെന്നെ MLA തന്നെ തീർത്തോളും. 2 പെമ്മക്കളാ സാറേ എനിക്ക്. ഇപ്പോൾ ഇളയതിൻ്റെ കാര്യത്തിൽ വിഷമിക്കണ്ട. ശാരികയുടെ കാര്യം ഞാൻ അന്വേഷിക്കാം. പരസ്യമാക്കാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ ഒരാളോട് പറയുന്നത് അയാളെ വിശ്വസിച്ചിട്ട്. ഇപ്പൊ എന്ത് സംഭവിച്ചെന്നാ നീ പറയുന്നേ? ശാരികയുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവൾക്കൊരാളെ ഇഷ്ടമാണെന്നുള്ളത് എന്തിനാ നീ വീട്ടിൽ പോയി പറഞ്ഞത്? പിന്നെ അത് എവിടെ പറയേണ്ടത്? അതവിടെ പറയണം. അത് പക്ഷെ സമയവും സന്ദർഭവും ഒക്കെ നോക്കി വേണമായിരുന്നു. മുരളി, നമ്മുടെ രണ്ടുപേരുടെ ബന്ധുക്കാർ തമ്മിലുള്ള കല്യാണം. നവീൻ നിന്റെ അളിയൻ, ശാരിക എന്റെ ഭാര്യയുടെ അനിയത്തി. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കണം. കാര്യങ്ങൾ 2 കൂട്ടരും നേരത്തെ അറിയട്ടെ. ശാരികയും നവീനും തമ്മിലുള്ള കല്യാണം ഉണ്ടാവുന്നത് പ്രതീക്ഷ കഴിയുക അവിടെ ദേവിയുടെ അച്ഛനും അമ്മയൊക്കെ. ദേവി അതെ. അപ്പോൾ എല്ലാവരും മണ്ടരാക്കിക്കൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, അതിലെനിക്ക് തീരെ കുറ്റബോധം ഇല്ലതാനും. നിന്റെ ഭാഗത്ത് നോക്കുമ്പോ നീ പറയുന്നൊക്കെ ശരി തന്നെയാ. ആരുടെ ഭാഗത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാ. ഓ ശരി. ഒരാളിങ്ങനെ വാശിക്ക് നിൽക്കുമ്പോ മറ്റേ ആൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനൊന്നും അല്ല മുരളി. കാര്യം പറഞ്ഞ കാര്യമായിട്ട് എന്നെ എടുക്കും. ശരി, ആയിക്കോട്ടെ. പിന്നെ ശാരികയ്ക്കൊരു ചേച്ചിയുണ്ട്, ദേവിക. അവളും സ്നേഹിച്ചവരുടെ കൂടെ ഇറങ്ങിപ്പോയതാ. അതുകൊണ്ടെന്താ കുഴപ്പം? ദേവി സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? സുഖമായിട്ടുള്ള ജീവിതത്തെ കുറിച്ചൊന്നും പറയണ്ട. അത് നീ അങ്ങനെ പറഞ്ഞു? ഒന്നുമില്ല, പറഞ്ഞു വെറുതെ മുഷിയണ്ട. പറയാൻ വന്നതും പറഞ്ഞൊന്നും ഞാനല്ല. ഓഹ്, നീ അത് വിട്ടേക്ക്. പിന്നെ ശാരിക ആരും അത്ര മോശമായിട്ടൊന്നും കാണണ്ട. ഞാനും നീ ഉൾപ്പെടെ എല്ലാവരും ഇഷ്ടപ്പെട്ട ആൾക്കാരോടൊപ്പം ജീവിക്കാമെങ്കിൽ ശാരികയും തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. തെറ്റും ശരിയൊക്കെ തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കട്ടെ. ഞാൻ പോവോ? നിനക്കെന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലല്ലേ? എനിക്ക് ആരോട് ദേഷ്യമൊന്നുമില്ല. എനിക്ക് ധൃതിയുണ്ട് മുരളി. നിന്റെ ഈ ധൃതിയുണ്ടല്ലോ, അത് തീരെ ശരിയല്ല. എന്താ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടില്ല. നിനക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. അതുകൊണ്ട് നീ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചേക്കാം. വെറുതെ എന്നോട് പിണങ്ങണ്ട. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. പച്ച കള്ള ഇത്. ശാരിക ഒരിക്കലും അങ്ങനെ ആരും പ്രേമിച്ചു പോവില്ല. എനിക്കിത് ചോദിക്കണം. ഞാൻ ഇപ്പൊ തന്നെ അവളുടെ കോളേജിലേക്ക് പോവാ. അമ്മ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അവള് വരട്ടെ. ശാന്തമായൊരു അന്തരീക്ഷത്തിൽ നമുക്ക് ചോദിക്കാം. അതെ, ദേവിക പറയുന്നത് മനസ്സിലാക്ക്. ആദ്യം അവളൊന്നും ഇങ്ങോട്ട് വരട്ടെ. അവൾ എവിടെ വരട്ടെ എന്ന്? ഈ വീടിനകത്ത് അവൾക്കിന് സ്ഥാനമില്ല. ഇങ്ങോട്ട് കേറട്ടെ അവള്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മ ഒച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരെ അറിയിക്കാൻ നിക്കല്ലേ. ഒതുക്കത്തിൽ സംസാരിച്ച് കാര്യങ്ങൾ തീർക്കണം. പെണ്ണ് കണ്ട കല്യാണം തീരുമാനിച്ചിട്ട് ഇനി എന്തൊതുക്കത്തിൽ തീർക്കാനാ? മനസ്സിലിരിപ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അവൾക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അവളിങ്ങോട്ട് വരട്ടെ. അവളുടെ കാല് തല്ലി ഒടിച്ച് ഇവിടെ ഇടിഞ്ഞ്. രാധിക, നീ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. വേണ്ടച്ചാ, ഇനി ഒന്നും പറയണ്ട. കാലൊടിച്ചിടുവോ തലയെടുക്കോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഞാൻ പിന്നെ എന്ത് വേണം? എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് അവസാനം പെണ്ണിന് വേറെ പ്രേമമുണ്ടെന്ന് പറയണോ? ആ ഭാർഗവിയോടൊക്കെ എന്ത് സമാധാനം പറയും? നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അമ്മേ, കല്യാണം ആലോചിച്ച വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളിനെ തന്നെ അവള് കാര്യങ്ങൾ അറിയിച്ചില്ലേ? മുരളിയേട്ടനും എല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഇനിയും ശാരിക പറഞ്ഞതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണം. അത്
ശാന്തമായിട്ടും തന്ത്രത്തിലൊക്കെ വേണം ചെയ്യാൻ. അമ്മ എനിക്ക് വിട്ടു തന്നാ മതി, ഞാനൊക്കെ നോക്കിക്കോളാം. അവിടെ സിദ്ധാർത്ഥ സാറിന്റെ പ്രഭയുടെ ഒക്കെ മുന്നിൽ നമ്മൾ നാണം കിട്ടില്ലേ? നന്ദനുമായിട്ട് വെറുതെ പിണങ്ങേണ്ടി വന്നു. അമ്മേ, ഇതിന്റെ ഇടയിൽ അവരൊന്നും വലിച്ചിടണ്ട. നമ്മൾ തീർക്കേണ്ട കാര്യ. അമ്മേ, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട പ്രശ്നോ. ഷാരി വരുമ്പോ തന്നെ അമ്മ ഒന്നും ചോദിക്കണ്ട. അമ്മ കേട്ടോ? അതെ രാധിക, നീ ഇതിൽ ഇടപെടണ്ട. ദേവിക അതിന്റെ രീതിക്ക് വേണ്ടത് ചെയ്യും. അപ്പോഴത്തെ ആവശ്യത്തിന് ഞാനങ്ങ് വിളിച്ചു പറഞ്ഞു പോയതാ ഷാരിക്ക് പ്രണയമുണ്ടെന്നുള്ള കാര്യം. വേണ്ടായിരുന്നു. അതെല്ലാവർക്കും വിഷമമായി, ദേവിക്ക് പ്രത്യേകിച്ച്. പാവം, ആകെ ഇൻസൾട്ട് ആയതുപോലെയായി അവള്. ദേവിയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും അല്ലടാ? നീ ചുമ്മാ ഇങ്ങനെ ദേവി ദേവി എന്ന് പറഞ്ഞ് വിഷമിക്കാതെ. പറയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ പറയണം. ദേവിക്ക് ഫീൽ ചെയ്യോ, ദേവന് വിഷമാവോ എന്ന് ആലോചിച്ച് സത്യം പറയാതിരുന്നതാ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. കെവിനെ, നിനക്ക് എന്തിന്റെ കേടാ? വെറുതെ നന്ദനെ കുറ്റം പറയരുത്. നന്ദന്റെ ജീവിതം ദേവിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുക. ദേവിക്ക് ഒരു ചെറിയ വിഷമം വന്നാൽ പോലും അത് നന്ദന് സഹിക്കാൻ പറ്റില്ല. അതായിക്കോട്ടെ ബെല്ല, ദേവി ഭാര്യയായിരിക്കും, അതിന്റെ ഒരു പരിഗണന വേണം, സമ്മതിച്ചു. പക്ഷെ നീ എന്തൊക്കെ ഇവന് വേണ്ടി ചെയ്തേ? ഒരു കൊലക്കുറ്റം ഒഴിവാക്കി കൊടുത്തേ. നന്ദൻ പക്ഷെ ആ സ്നേഹം നിന്നോട് കാണിക്കുന്നില്ലല്ലോ. എവനെ, നീ വെറുതെ ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. ബെല്ല് എനിക്ക് വേണ്ടി ചെയ്തൊക്കെ മരിക്കുന്നവരെ എന്റെ മനസ്സിലുണ്ടാവും. അതെ, എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും എല്ലാം സഹിക്കുന്നതും ബെല്ലയാ. പക്ഷെ നമ്മളൊന്നും അറിയിക്കാതെ അവൾ അങ്ങ് ജീവിക്കുന്നു. പക്ഷെങ്കിൽ നിന്റെ സന്തോഷത്തിന് വേണ്ടിയേ അവൾ എന്തും ചെയ്യും. ആ ഒരു സൗഹൃദം നമ്മളെ മനസ്സിലാക്കണം, അത്രേ ഞാൻ പറഞ്ഞോളൂ. ബെല്ല, സോറി. സോറിയോ? എന്തിന്? ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വം അല്ലെങ്കിലും ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മുതൽ ഞാൻ നിന്നെ അകറ്റി നിർത്തിയിരുന്നു. എന്നിട്ടും ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ നീ അന്നത്തെ പോലെ തന്നെ ഇന്നും കൂടെ നിൽക്കുന്നു. ബെല്ലയുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇതുപോലെ കൂടെ നിൽക്കില്ല. പ്ലീസ് നന്ദ, അങ്ങനെ കടപ്പാട് പോലൊന്നും പറയണ്ട. എന്റെ മനസ്സിൽ നന്ദന് പണ്ട് മുതലേ ഒരു സ്ഥാനമുണ്ട്. ആ സ്നേഹത്തിന്റെ വലുപ്പം അളന്നെടുക്കാൻ ആരും ശ്രമിക്കണ്ട. ആർക്കും പറ്റില്ല. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നേരിൽ കണ്ടത് മുതൽ എനിക്ക് പുതിയൊരു ജീവിതമാണ്. എന്റെ ഇപ്പോഴുള്ള ഓരോ സന്തോഷത്തിലും നന്ദനുണ്ട്. നമ്മുടെ സൗഹൃദമുണ്ട്. ഇനി ചിലപ്പോൾ നാളെ ഒരു സമയത്ത് നന്ദൻ ആ ഋഷിയെ കൊന്നു എന്നുള്ള സത്യം പുറത്തു വന്നൂന്നിരിക്കട്ടെ, കുറ്റം ഞാൻ ഏറ്റെടുക്കും. നന്ദന് വേണ്ടി ഞാൻ ജയിലിൽ പോവും. ബെല്ല, ബെല്ല, ബെല്ല. എന്താ? ബെല്ല പറയുന്നതിലും കാര്യമുണ്ട്, നടക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ കൊലപാതകം പുറത്തു വന്നുകൂടാന്നൊന്നുമില്ല. പക്ഷെ നമ്മളൊന്ന് കരുതിയിരിക്കണമല്ലോ. ഇനി ബെല്ലയെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്കത് വിടാം. നമുക്ക് ആ കാര്യം സംസാരിക്കണ്ട. വെറുതെ നന്ദന്റെ BP കൂട്ടണ്ട. ഞാനൊന്നും പറയുന്നില്ല. നന്ദ, ധൈര്യമായിട്ടിരിക്കെ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കൊന്നും സംഭവിക്കില്ല. എന്റെ മരണം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും.
പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒന്നും മിണ്ടരുത്. ഹലോ MLA, ഇതെപ്പോ പ്രത്യക്ഷപ്പെട്ടു? MLA യോ? ആരടി നിന്റെ MLA? ചേച്ചിന്ന് വിളിയടി. അമ്മേ, അമ്മയ്ക്ക് എന്ത് പറ്റി? അല്ല, MLA എന്ന് വിളിച്ചാ ചേച്ചി അല്ലാതാവോ? ആവും. കണ്ണു കാണാതായ ചേച്ചി അമ്മയൊന്നും ചിലർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവരുടെ വിഷമം മനസ്സിലാവില്ല. ചേച്ചി, അമ്മയ്ക്ക് എന്താ പ്രശ്നം? പ്രശ്നമില്ലേ? അമ്മേ, ശരി, ഞങ്ങളോരോ കുടുംബ പ്രശ്നങ്ങളൊക്കെ പറയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളോ? ആർക്ക്? ഏയ് അല്ല, പൊതുവെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറയായിരുന്നു. എന്തായാലും അമ്മ ഇത്രയും ദേഷ്യം കാണിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഈ വീട്ടിലില്ല. എന്തു പറ്റി ചേച്ചി? ചന്ദ്രോത്തിന് എന്തെങ്കിലും സംസാരങ്ങളുണ്ടായോ? അമ്മയും അച്ഛനും നന്ദേട്ടനോട് എന്തെങ്കിലും പറഞ്ഞു തെറ്റിയോ? അവിടെ ഒരു തെറ്റുമില്ല. എല്ലാം നേരായ രീതി തന്നെയാ പോകുന്നത്. അത് ശരി. അപ്പൊ ഇസബെല്ലയുടെ പ്രശ്നമൊന്നും പ്രശ്നമല്ലെന്നാണോ? ആ ഇസബെല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ടാ വന്നേക്കുന്നെന്ന് അമ്മ തന്നെയല്ലേ പറയാറ്? മതി പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. ദേവിക മോൾക്ക് അത് വിഷമാവും. സാരമില്ല അച്ഛാ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ എന്താ നടക്കുന്നേ? എന്തോ പുകയുന്നുണ്ടല്ലോ അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ മനസ്സില്. എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ആണോ? എന്താ ചേച്ചി? ഞാൻ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുകയല്ല. എന്താ നന്ദേട്ടനുമായിട്ട് എന്തെങ്കിലും? പറഞ്ഞില്ലേ, ദേവിയെയും നന്ദനും തമ്മിൽ ഒരു പ്രശ്നമില്ല. പ്രശ്നക്കാര് വേറെയാ. ഇതാ വീണ്ടും തുടങ്ങി. ദേ ചേച്ചി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാനൊന്നും പറഞ്ഞില്ലേ. അതൊക്കെ എനിക്കറിയാം മോളെ. അല്ല, മോളെ കാണാൻ വേണ്ടി അച്ഛനും അമ്മയും വന്നിട്ട് അവരോടൊപ്പം എന്താ ഇങ്ങോട്ട് പോന്നേ? ഇന്ന് പ്രോഗ്രാം ഒന്നും ഇല്ലേ? എന്തായാലും ഇന്നിവിടെ നിൽക്ക്. ഞാനിന്ന് പോകുന്നില്ല. ആണോ? സത്യമാണോ? ആ, സത്യം. പിന്നെന്താ നന്ദേട്ടനെ കൂട്ടാതിരുന്നേ? നന്ദനും വരും, സിദ്ധാർത്ഥൻ സാറും വരും, എല്ലാരും വരും. ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? എനിക്കും അമ്മ ഇന്ന് മിണ്ടാതിരുന്നേ. നീ പോയി ഫ്രഷ് ആയിട്ട് വാ. ഈ അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. നീ ഒന്ന് ചെന്നേ. അമ്മയ്ക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇടി, എനിക്ക് അവളോടത് ചോദിച്ചാല് സമാധാനം വരും. ഞാനിവിടെ ഉണ്ടല്ലോ, വരട്ടെ, ചോദിക്കാം. അമ്മ ഇന്ന് ചെന്നേ. വഴിയിൽ ഭൂതത്തെ കണ്ടു, പ്രേതത്തെ കണ്ടു എന്നൊക്കെ പറയുന്നു. ശരിക്കും നന്ദന്റെ ഒളിച്ചോട്ടം വേണ്ട എനിക്ക് തോന്നുന്നത്. അവന്റെ മനസ്സിന് എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട്. കെവിനും ഇസബെല്ലയൊക്കെ അവനെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താ സർ, അവരെന്തെങ്കിലും രീതിയിൽ കുഴപ്പക്കാരാണെന്ന് സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കെവിനും ഇസബെല്ലയൊക്കെ നല്ല കുട്ടികളാണ്. ഇസബെല്ല എല്ലാം ഓപ്പണായിട്ട് പ്രകടിപ്പിക്കുന്ന കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി കഴിയുന്ന നന്ദന്
പെട്ടെന്നൊരു കൂട്ടുകെട്ടിന്റെ സ്വഭാവത്തിൽ പഴയ സുഹൃത്തുക്കളൊക്കെ വരുന്നതും അവർ പെട്ടെന്നങ്ങ് ബിസിയാവുന്നൊക്കെ ആലോചിക്കുമ്പോൾ ഏയ് അതിലൊന്നും വലിയ കാര്യമില്ല സർ. ചില സൗഹൃദങ്ങൾ അങ്ങനെ. ഒന്ന് വിളിച്ചില്ലെങ്കിലും മെസ്സേജ് അയച്ചില്ലെങ്കിലും വർഷങ്ങളോളം പഴക്കമുള്ള ചില സുഹൃത്തുക്കൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടെന്ന തോന്നലിൽ അങ്ങ് ജീവിക്കും. ഒടുവിൽ അവർ നമ്മുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ ചിലപ്പോൾ അത് വലിയ കൂട്ടായിട്ട് മാറുകയും ചെയ്യും. എന്താണെന്നറിയില്ല, പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നന്ദനുണ്ട്. ദേവികയും നന്ദനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാ സർ? ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ദുരൂഹതകൾ, ആകെ അസ്വസ്ഥതകളാണ്. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ശാരികയുടെ കല്യാണക്കാരിയും. അവക്കൊരു പ്രണയം ഉണ്ടെന്നൊക്കെ നന്ദൻ നേരത്തെ അറിഞ്ഞു. ഇപ്പൊ അത് വിളിച്ചു പറഞ്ഞിട്ട് വലിയ പ്രശ്നമായി. ആകെ ഒരു പോച്ചില. ആ പ്ലാന്റിന്റെ കാര്യം തന്നെ, ദേവിയെ പോലെ ഇത്രയും മനസ്സിന് ശുദ്ധിയും നന്മയുള്ള ഒരാള് ഒരു അഴിമതിക്കാരനെ സഹായിക്കുന്നു എന്ന് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? സാറ് പറയുന്നത് നേരാ. എന്തായാലും സാർ ഒന്നൊന്നായിട്ട് എല്ലാം കണ്ടുപിടിക്കണം.